ശ്രീ എൻ ശ്രീകുമാർ, കേരളത്തിലെ പ്രതിപക്ഷം, അതായത് UDF നയിക്കുന്ന പ്രതിപക്ഷം, UDF എന്ന പ്രതിപക്ഷം സംസ്ഥാന സർക്കാരുമായി ബന്ധപ്പെട്ട ഇക്കാര്യത്തിൽ ഒരു തർക്കമുണ്ട്. സംസ്ഥാന സർക്കാരിൻ്റെ ധനകാര്യ മാനേജ്മെൻറ്റിനോട് UDFന് വിയോജിപ്പുണ്ട്, അല്ലെങ്കിൽ അതാണ് ഈ പ്രശ്നങ്ങൾക്ക് കാരണം എന്ന് പറയുന്ന ഒരു ഭാഗമുണ്ട്. നിങ്ങളുടെ വാദങ്ങളിൽ അതുണ്ട്, അല്ലെങ്കിൽ പ്രതിപക്ഷത്തിൻ്റെ വാദത്തിൽ അതുണ്ട്. അത് മനസ്സിലാക്കിക്കൊണ്ട് തന്നെ അതവിടെ നിൽക്കട്ടെ. പക്ഷേ ഇവിടെ സർക്കാർ ഉന്നയിക്കുന്ന പ്രശ്നം എന്താണ്? ഭരണഘടനാപരമായി ഫെഡറൽ സംവിധാനത്തിൽ കേന്ദ്ര സംസ്ഥാന ബന്ധങ്ങളിൽ സംസ്ഥാനത്ത് നിലനിൽക്കുന്ന ഫിസ്ക്കൽ ആക്ട് പ്രകാരം 2003 ഇപ്പോൾ സജീഷ് സൂചിപ്പിച്ചല്ലോ, ആക്ട് പ്രകാരം നമുക്ക് സ്വീകരിക്കാൻ കഴിയുന്ന സാമ്പത്തിക സ്വയംഭരണം ഉണ്ട്, സാമ്പത്തിക സ്വയംഭരണ അവകാശമുണ്ട്. അതിനെ കൃത്യമായി നിയന്ത്രിച്ചുകൊണ്ട് അതിലിടപെട്ടുകൊണ്ട് നമ്മുടെ ധനപരമായിട്ടുള്ള സാമ്പത്തികമായിട്ടുള്ള കടമെടുപ്പിനെയും എല്ലാത്തിനെയും കയറി നിയന്ത്രിക്കുന്ന ഒരു കേന്ദ്ര സമീപനം, അതൊരു ദേശീയ പ്രശ്നമാണ്. ഞാൻ അത്രയും കാര്യം ശ്രീകുമാർ, ഏതായാലും എനിക്കൊന്നും ഒരു 6ഓളം ആവശ്യങ്ങളാണ് സുപ്രീം കോടതിയിലേക്ക് കൊടുത്തിട്ടുള്ള ഈ പെറ്റീഷനിൽ പ്രയറായി വന്നിട്ടുള്ളത്. അത് പ്രേക്ഷകർക്ക് മുമ്പാകെ കൂടി വെച്ചുകൊണ്ട് ഞാൻ താങ്കളിലേക്ക് വരാം. ഒന്നാമത്തത്, ഇവിടെ ഇപ്പോൾ ചർച്ചയായി വന്ന അർഹമായ കടമെടുപ്പ് പരിധി വെട്ടിച്ചുരുക്കുന്നത് റദ്ദാക്കുക എന്ന് വെച്ചാൽ സംസ്ഥാനത്തിന് അർഹമായ കടമെടുപ്പ് പരിധി കേന്ദ്രം വെട്ടിച്ചുരുക്കുന്നത് റദ്ദാക്കുക, ഒന്ന്. രണ്ടാമത്തത്, സംസ്ഥാന പബ്ലിക് അക്കൗണ്ടിലെ കടമെടുപ്പ് പരിധിയിൽ ഉൾപ്പെടുത്തിയ കേന്ദ്ര നടപടി റദ്ദ് ചെയ്യുക എന്ന് വെച്ചാൽ അങ്ങനെ ചെയ്ത നടപടി ശരിയല്ല എന്നൊരു സംസ്ഥാനം വിശ്വസിക്കുന്നു. നിയമപരമായും ഭരണഘടനാപരമായും അത് ശരിയല്ല, അതുകൊണ്ട് അത് റദ്ദാക്കപ്പെടേണ്ടതാണ്. മൂന്നാമത്തത്, കിഫ്ബി, അതുപോലെ പെൻഷൻ ഫണ്ട്, ക്ഷേമ പെൻഷൻ കൊടുക്കുന്ന ഫണ്ട് ബോർഡ്, അപ്പോൾ ആ കടമെടുപ്പിനെ സംസ്ഥാന കടമെടുപ്പ് പരിധിയിൽ ഉൾപ്പെടുത്തിയ ഉത്തരവ് റദ്ദു ചെയ്യുക എന്ന് പറയുന്ന ഒരാവശ്യം. മറുഭാഗത്ത് NHAI സമാനമായ രീതിയിൽ കടമെടുക്കുന്നുണ്ട്, അതിന് ഏതെങ്കിലും തരത്തിലുള്ള കേന്ദ്ര സർക്കാരിൻ്റെ പൊതു കടമെടുപ്പ് പരിധിയിൽ വന്നിട്ടില്ല. അടുത്തത്, കേന്ദ്ര ഏജൻസികളെ ഉപയോഗിച്ച് സംസ്ഥാന സർക്കാരിൻ്റെ കടമെടുപ്പിനെ നിയന്ത്രിക്കുന്ന നിയമവിരുദ്ധ നടപടി റദ്ദു ചെയ്യുക. അവസാനം ഇന്ന് ഹൈക്കോടതി അടക്കം കണ്ടു, കിഫ്ബിയെയും തോമസ് ഐസക്കിനെയും വേട്ടയാടാൻ വേണ്ടി ലക്ഷ്യമിട്ട് നടന്ന നീക്കത്തിൽ സംഭവിക്കുന്ന അറിയാലോ, വലിയ തിരിച്ചടി നിരന്തരം സംഭവിക്കുന്നു. മറ്റൊന്ന് വളരെ പ്രധാനപ്പെട്ട അനുച്ഛേദം, ഭരണഘടനയുടെ അനുച്ഛേദം 293(3), 294(4) ഉപയോഗിച്ച് ഇല്ലാത്ത അധികാരം പ്രയോഗിച്ച് നിയന്ത്രണങ്ങൾ അടിച്ചേൽപ്പിക്കുന്ന നടപടികൾ വിലക്കണം. അവസാനത്തത്, വികസനക്ഷേമ പ്രവർത്തനങ്ങൾ നടത്താൻ സംസ്ഥാന സർക്കാരിനെ അനുവദിക്കുക. അങ്ങനെ ഇത്തരത്തിൽ ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് ഒരു സർക്കാർ കേന്ദ്ര സർക്കാരിനെതിരെ കോടതിയിലേക്ക് പോയിരിക്കുന്നത്. ഇതൊരു ദേശീയ മാനമുള്ള ചോദ്യങ്ങളും ആവശ്യങ്ങളുമാണ് ഒരു സർക്കാർ ഉന്നയിച്ചിട്ടുള്ളത്. കേരളത്തിലെ പ്രതിപക്ഷത്തിൻ്റെ വിമർശനങ്ങളും വിയോജിപ്പും ഉള്ളപ്പോൾ തന്നെ മോദി സർക്കാർ BJP ഇതര സർക്കാരുകളോട് കാട്ടുന്ന സമീപനത്തെ മറ്റ് പ്രതിപക്ഷ സംസ്ഥാനങ്ങൾക്കും പലതരത്തിലും മാതൃകയാക്കേണ്ടി വരുന്ന തരത്തിലേക്കൊരു നീക്കം കേരളം നടത്തുമ്പോൾ ആ ദേശീയ കാഴ്ചപ്പാടോടെ ഇതിനെ പിന്തുണയ്ക്കേണ്ട ഒരു ഉത്തരവാദിത്വം, സമീപനം പ്രതിപക്ഷത്തിന് വേണ്ടതുണ്ടോ? ശരത്തെ, നമ്മളിതിൽ സാങ്കേതിക പദങ്ങളൊക്കെ ഉപയോഗിച്ച് ഈ കൈരളി ചാനൽ കേട്ടുകൊണ്ടിരിക്കുന്ന ലക്ഷക്കണക്കിന് ആളുകളെ സംശയാലുക്കളാക്കേണ്ട കാര്യമില്ല. കേരളത്തിലെ മുഖ്യമന്ത്രി പറയുന്നൊന്നും ജനങ്ങൾക്ക് വിശ്വാസമില്ലാത്തത് എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ, കൃത്യമായ കണക്ക് ജനങ്ങൾക്ക് മുമ്പിൽ വെക്കാനുള്ളൊരു ധവളപത്രം അവർക്കിഴക്കാൻ കഴിയാത്തത് കൊണ്ടാണ്. സുപ്രീം കോടതിയിൽ കേസ് കൊടുക്കട്ടെ, കേസ് വിജയിക്കട്ടെ, നല്ല കാര്യം. അതുകൊണ്ട് ഈ മോദി സർക്കാരിന്റെ സംസ്ഥാന വിരുദ്ധ നിലപാടുകളുണ്ടെങ്കിൽ അതും തുറന്നു കാട്ടപ്പെടട്ടെ, അതിനും കുഴപ്പമൊന്നുമില്ല. പക്ഷെ ഇവിടെ അടിസ്ഥാനപരമായ പ്രശ്നം എന്താണ്? കേരളത്തിലെ യഥാർത്ഥ ധനസ്ഥിതി എന്താണെന്ന് ധനമന്ത്രി ഇടയ്ക്കിടയ്ക്ക് പറയുന്നതല്ലാതെ പ്രതിപക്ഷം പറയുന്ന ഒരൊറ്റ ചോദ്യമുള്ളൂ, ഒരു ധവളപത്രം ഇറക്കൂ, സത്യാവസ്ഥ ജനത്തെ അറിയിക്കൂ. ഈ സത്യാവസ്ഥ അറിയിക്കുന്നതിന് പകരം ഇന്നിപ്പോ മുഖ്യമന്ത്രി പറഞ്ഞത് 1,70,500 കോടി രൂപ 7 വർഷമായിട്ട് കിട്ടാനുണ്ടെന്നാണ്. അപ്പൊ ഈ 6 വർഷം എന്ത് ചെയ്യായിരുന്നു? എന്താ സുപ്രീം കോടതിയിൽ പോകാതിരുന്നത്? അപ്പൊ ഇപ്പൊ നവകേരള സദസ്സ് നടത്തി ധൂർത്താണെന്നുള്ള ഒരു പ്രചാരം വന്നപ്പോൾ അതിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടി കോടതിയിൽ പോകുന്നു, കേന്ദ്രത്തെ കുറ്റം പറഞ്ഞുകൊണ്ട്. കേന്ദ്രത്തെ എല്ലാ കാലത്തും നമുക്ക് കുറ്റം പറയാം, പക്ഷെ ഇതിൽ രാഷ്ട്രീയമായ ഒരു കാര്യം അപ്പം CPM മറക്കുകയാണ്. എന്താണത്? കേരളം ഭരിക്കുന്നത് കോൺഗ്രസ് അല്ല, BJPയുടെ മുഖ്യ ശത്രു കോൺഗ്രസ് ആണ് ദേശീയ തലത്തിൽ BJPയുടെ കേന്ദ്രത്തിൽ ഭരണത്തിനെതിരായി ഇപ്പോൾ നിൽക്കുന്ന പ്രതിപക്ഷത്തിനെ നയിക്കുന്നത് കോൺഗ്രസ് ആണ്. കേരളത്തിലെ CPM ഇവിടെ ഭരിക്കുന്നത് BJPക്ക് ഇഷ്ടമാണ്. കാരണം എന്താണ്? ഇവിടെ കോൺഗ്രസ് അധികാരത്തിൽ വരില്ല. ആ CPMനെ വെള്ളത്തിലാക്കാൻ BJP ശ്രമിക്കുന്നു എന്ന് രാഷ്ട്രീയ പ്രസംഗം നടത്താമെന്നല്ലാതെ ജനങ്ങൾ വിശ്വസിക്കില്ല. അടിസ്ഥാനപരമായി എല്ലാ വിഭാഗങ്ങളെയും ബാധിച്ചിരിക്കുന്നു കേരളത്തിലെ ധനകാര്യസ്ഥിതി. അതായത് 10-16,000 കോടി രൂപ കരാറുകാർക്ക് കൊടുക്കാനുള്ള താങ്കളുടെ വാദത്തിൽ ഒരു അപാകത ഞാൻ ചൂണ്ടിക്കാട്ടട്ടെ. താങ്കളുടെ വാദത്തിൽ ഒരു ചെറിയ അപാകത ഞാൻ ചൂണ്ടിക്കാട്ടട്ടെ. ഇത് നമ്മുടെ നാട്ടിൽ കോടതി വ്യവസ്ഥകളോട് നല്ല ബഹുമാനമുള്ള ആളുകളാണല്ലോ. സുപ്രീം കോടതിയിലേക്ക് ഒരു സർക്കാർ ഇതുമായി ബന്ധപ്പെട്ട ഒരു കേസ് സ്വയം കൊടുത്ത് താങ്കൾ പറയുന്ന പോലെ ആത്മഹത്യാപരമായി മുഖം രക്ഷി എന്ത് തരം
ാണ് അതിലുള്ളത്. സുപ്രീം കോടതിയെ സമീപിക്കുക എന്ന് പറയുന്നതിൽ ഒരു വലിയ ഉത്തരവാദിത്വമുണ്ട്. തങ്ങളുടെ ഭാഗം ശരിയാണെന്നുള്ളൊരു ബോധ്യമുള്ളവർക്കല്ലേ ഒരു നിയമപരമായ നീക്കം നടത്താനാകൂ എന്നൊക്കെ പറഞ്ഞാൽ നമുക്ക് ഈ ചർച്ചയുടെ സമയം കഴിച്ചു കൂട്ടാം എന്നതിനപ്പുറം അതിലൊരു യുക്തിയുണ്ടെന്ന് ഞാൻ വിചാരിക്കുന്നില്ല. അല്ല, ഗവൺമെന്റ് സുപ്രീം കോടതിയെ സമീപിച്ചിട്ട് അനുകൂല നിലപാട് വാങ്ങിക്കട്ടെ എന്നാണ് ഞാൻ പറഞ്ഞത്. പക്ഷെ അതിനു മുമ്പ് കേരളത്തിലെ ജനങ്ങളുടെ സംശയങ്ങൾ തീർക്കണം മുഖ്യമന്ത്രി. ഈ നവകേരള സദസ്സ് ധൂർത്താണെന്ന് പ്രതിപക്ഷം പറയുന്നതിന് മുഖ്യമന്ത്രിക്ക് ഉത്തരമില്ല. ആ ഉത്തരം കിട്ടാത്ത അവസ്ഥയിലാണ് പ്രതിപക്ഷം ചോദിക്കുന്നത് എന്താണ് ധവളപത്രം ഇറക്കാത്തത്. അല്ലെങ്കിൽ ഒരു സംസ്ഥാനത്തെ നിയമസഭ വിളിച്ചു കൂട്ടിയിട്ട് ധനസ്ഥിതി ചർച്ച ചെയ്യൂ. ശരത്തെ, പ്രതിപക്ഷത്തിന്റെ നിലപാടറിയാമല്ലോ, പ്രതിപക്ഷം എന്ത് നിലപാടെടുക്കുന്ന അറിയാമല്ലോ. സംസ്ഥാനത്തിന്റെ ധനസ്ഥിതി മാത്രം ചർച്ച ചെയ്യാൻ നിയമസഭാ സമ്മേളനം നടക്കട്ടെ. ഇത് ധനകാര്യമന്ത്രി 6-7 മാസം മുമ്പ് പറഞ്ഞത് ഗുരുതരാവസ്ഥ, അതുകൊണ്ട് ഇന്ധന സെസ് കുറയ്ക്കാൻ പറ്റില്ല എന്നാണ് അദ്ദേഹം പറഞ്ഞു 6 മാസം മുമ്പ്. ഇന്ധന സെസ് കുറയ്ക്കാൻ പറ്റാത്തത് ധനസ്ഥിതി മോശമായത് കൊണ്ടാണെന്ന് പറയുമ്പോഴാണ് റവന്യൂ വരുമാനം പിരിച്ചെടുക്കാത്തതിനെതിരെ CAG റിപ്പോർട്ട് വന്നത്. ആ റവന്യൂ വരുമാനം എന്തുകൊണ്ട് പിടിച്ചെടുക്കുന്നില്ല എന്ന ചോദ്യം പ്രതിപക്ഷം ഉന്നയിച്ചുകൊണ്ടിരിക്കുകയാണ്. നവകേരള സദസ്സിൽ സ്പോൺസർമാരെ കണ്ടെത്താനുള്ള അധികാരം GSTAക്ക് കൊടുക്കുന്നത്. പിന്നെ എങ്ങനെ നികുതി പിരിക്കും? ഒരാളിൽ നിന്ന് നമ്മൾ സംഭാവന പിരിച്ചാൽ അയാളെ രക്ഷിക്കാനല്ലേ നികുതി പിരിവിൽ ദേശീയ സ്റ്റാറ്റസിൽ കേരളം എന്ന സംസ്ഥാനം എത്രാം സ്ഥാനത്ത് നിൽക്കുന്നു? ശ്രീ എൻ ശ്രീകുമാറിന് മറുപടി പറയാനാകുമോ? നികുതി പിരിവിൽ അതുപോലെ തനത് വരുമാനം ആർജിക്കുന്നതിൽ എത്ര ശതമാനം കേരളം തനത് വരുമാനം ആർജിച്ചു? പൊതുവിൽ കേരളത്തിൽ വിനിയോഗിക്കുന്നതിൻ്റെ എത്ര ശതമാനം കേരളത്തിൻ്റെതായ വരുമാനമാണ്? താങ്കൾക്ക് പറയാനാകുമോ? അത്തരം കണക്കുകൾ വന്നാൽ താങ്കളുടെ ഈ വാദം തന്നെ നിരർത്ഥകമാണെന്നേ. ഇത് കണക്കുള്ള കാര്യമല്ലേ, രാഷ്ട്രീയ ആരോപണങ്ങളൊന്നും അല്ലല്ലോ, കണക്ക് വെച്ചല്ലേ സംസാരിക്കുന്നേ. അതാണ് ശരത്തെ ഞാൻ പറഞ്ഞത്, കണക്കാണ്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ധനകാര്യമന്ത്രി ആ കണക്ക് വരുമ്പോൾ താങ്കളുടെ വാദം തെറ്റാണെന്നാണ് ഞാൻ പറഞ്ഞത്. നികുതി പിരിവിൽ വലിയ മാറ്റം, വലിയ മുന്നേറ്റമുണ്ട്. അതിൻ്റെ കണക്കുകളൊക്കെ എത്രയോ തവണ പബ്ലിക് ഡൊമൈനിൽ വന്നതാണ്. അതുപോലെ തന്നെ നികുതിയേതര വരുമാനത്തിൻ്റെ കാര്യത്തിൽ, അതുപോലെ തനത് വരുമാനം ഏതാണ്ട് 68% കേരളത്തിൻ്റെ ചെലവും വികസനക്ഷേമ പ്രവർത്തനങ്ങളും നമ്മൾ നടത്തുന്നത് കേരളത്തിൻ്റെ തനത് വരുമാനത്തിലൂടെയാണ്. കേന്ദ്രം അത്രയേ ഉള്ളൂ. മറ്റ് സംസ്ഥാനങ്ങളിലേക്ക് പോയാൽ ഈ പറഞ്ഞ 70% കേന്ദ്രവിഹിതമാണ്. തനത് വരുമാനം എന്നുള്ളത് വളരെ നാമമാത്രമാണ്. കേരളം അതിനെ കണ്ടുകൊണ്ട് അതിനെ മറികടക്കാൻ പരിശ്രമിക്കുന്നു. പക്ഷേ അതിനും അപ്പുറമുള്ള സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ അടിച്ചേൽപ്പിക്കുന്നു. ഇതിനെ രണ്ടിനെയും പ്രതിപക്ഷം കാണുന്നില്ല, ഒന്നിനെ മാത്രം കണ്ടു കുറ്റം പറഞ്ഞു നിൽക്കുന്നു. CAG റിപ്പോർട്ട് പ്രകാരമാണ് ഞാൻ പറഞ്ഞത് കേരളത്തിന്റെ റവന്യൂ വരുമാനം കുറയുന്നു എന്നുള്ളത്. അത് എന്റെ കണക്ക് തെറ്റാണെങ്കിൽ, CAG പറയുന്നത് തെറ്റാണെങ്കിൽ ഗവൺമെന്റ് ഒരു കൃത്യമായ ധവളപത്രം ഇറക്കട്ടെ. 2 ധവളപത്രം പ്രതിപക്ഷം ഇറക്കിയില്ലേ കഴിഞ്ഞ കുറെ കാലങ്ങളായിട്ട്? എന്തുകൊണ്ടാണ് ഇവർക്ക് താങ്കളുടെ ആർഗ്യുമെന്റ് ധവളപത്രം എന്നുള്ളതാണ്. സതീഷ്, അതിനൊരു മറുപടി എനിക്ക് തോന്നുന്ന ഒരു കാര്യം. ഒരു മിനിറ്റ്. അതായത് നമ്മുടെ കേരളത്തിലെ തദ്ദേശ സ്ഥാപനങ്ങളെയും അതുപോലെയുള്ള സ്ഥാപനങ്ങളിൽ നിന്നൊക്കെ ഈ നവകേരള സദസ്സിന് പണം തരണം എന്ന് പറയുമ്പോൾ അതിന്റെ അർത്ഥം സാധാരണക്കാരൻ ഒന്നുമില്ലാതെ തന്നെ മനസ്സിലാകും, പണമില്ലാതെ. പക്ഷെ പണമില്ല എന്ന് കേന്ദ്രത്തോട് പറയുമ്പോൾ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോഴാണ് കഴിഞ്ഞ മാസം ധനകാര്യമന്ത്രി നിർമ്മല സീതാരാമൻ തിരുവനന്തപുരത്ത് വന്നത്. എന്തുകൊണ്ട് കേരളം ഒരു നിവേദനം അവർക്ക് കൊണ്ട് കൊടുത്തില്ല? എന്തുകൊണ്ട് ധനകാര്യമന്ത്രി അവരുമായിട്ട് ചർച്ചയ്ക്ക് പോയില്ല? ഇതൊക്കെയല്ലേ ചെയ്യണ്ടേ? മുഖ്യമന്ത്രി ചർച്ച ചെയ്യാൻ പോകണം. ധനകാര്യമന്ത്രി എന്താ പറഞ്ഞത്? ചാനൽ പത്രക്കാരോട് എന്താ പറഞ്ഞത്? ഞാൻ പറയുന്നത് കൃത്യമായി നിങ്ങൾ ജനങ്ങളെ അറിയിക്കൂ എന്നാ പറഞ്ഞത്. അവർക്ക് അത്ര ആത്മവിശ്വാസമുണ്ട്. പ്രതിപക്ഷത്തിന്റെ ആത്മവിശ്വാസം എന്താ? ഈ ഗവൺമെന്റിന് മുമ്പിൽ കണക്കില്ല, ഉത്തരവില്ല. അതാണ് പ്രതിപക്ഷത്തിന്റെ ആത്മവിശ്വാസം. അതിന് പകരം സുപ്രീം കോടതിയിലോ